തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിനിടെ BJP സ്ഥാനാർത്ഥിയോ കൂടെ വന്ന ആളുകളോ ഒക്കെ ഒന്ന് വോട്ട് ചെയ്യാൻ വന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ ബുർഖ പൊക്കി നോക്കി അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ശരിയായ ഒരു രീതിയാണോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ? മാധവി ലതയെപ്പറ്റി അവിടുത്തെ സ്ഥാനാർത്ഥി മറ്റേ ഒവൈസിക്കെതിരെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി മാധവി ലതയെ പറ്റിയാണ് അതെ ഈ സംഭവം. അവർക്കെതിരെ കേസൊക്കെ ഉണ്ട്. ഈ മാധവി ലതയെ പറ്റി ഇതിനു മുമ്പും നമ്മൾ പരാമർശിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. കാരണം അവിടെ കിട്ടിയിട്ടുള്ള ഒരു ശക്തയായ സ്ഥാനാർത്ഥിയാണ് അവർ സാമൂഹ്യ പ്രവർത്തകയാണ്. അവർ ഈ മുത്തലാഖ് ഒക്കെ വന്നപ്പോൾ അതിനെ പ്രശംസിച്ചിരുന്നു. അതിനും പുറമെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് വിരിഞ്ചി ഹോസ്പിറ്റലിൻ്റെ ഉടമയാണ് അവർ. പണത്തിനൊന്നും പഞ്ഞൊന്നുമില്ല അവർക്ക്. ഒരു തീവ്ര ഹിന്ദു നിലപാടൊക്കെ അവരുടെ ഈ പോസ്റ്റുകളിൽ എക്സിലെ കുറിപ്പുകളിലൊക്കെ പ്രതിഫലിക്കാറൊക്കെ ഉണ്ട്. അവർ നിന്നപ്പോൾ ഇവിടെ നമ്മുടെ സരസു ടീച്ചർക്കൊക്കെ കത്തെഴുതിയതുപോലെ തന്നെ മറ്റേ ബംഗാളിലെ മഹുവ മൊയ്ത്രയ്ക്കെതിരായ സ്ഥാനാർത്ഥിക്കുമൊക്കെ എഴുതിയ പോലെ മോദി ഇവർക്കും എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ശക്തമായ പോരാട്ടമൊക്കെ. മാത്രമല്ല ഈ ഒവൈസിയുടെ വോട്ട് ഇങ്ങനെ കൂടുന്നതിൻ്റെ കാരണം ഈ ബൂത്ത് പിടുത്തമാണെന്നൊക്കെ ഈ മാധവി ലത നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാധവി ലത പറയുന്നതിന് മുമ്പും അങ്ങനെ ഒരു പലരും ആരോപണം ഉണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. എപ്പോഴും ഇങ്ങനെ ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെ MLA ആണ്, അക്ബർ. ബാപ്പ നേരത്തെ തന്നെ അവിടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കുടുംബമാണത്. അപ്പോൾ ഇങ്ങനെ ഈ ചെയ്തത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ പറയുന്നത്. അതല്ലേ നമുക്കും പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത് IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അനർഹമായ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു. 171C വകുപ്പ്. ഒബ്സ്ട്രക്റ്റിംഗ് പബ്ലിക് സെർവൻറ്റ് 186. ഇപ്പോൾ പൊതു ഉദ്യോഗസ്ഥരെയൊക്കെ തടസ്സപ്പെടുത്തുക 186. പിന്നെ ഇൻറ്റൻറ്റ് ടു ഇൻസൈറ്റ്, അതാണ് ഈ കലാപാഹ്വാനം എന്ന് പറയുന്നത്. കുറച്ച് കൂടിയ വകുപ്പുകളൊക്കെ ഉണ്ട്. കലാപാഹ്വാനം 505(1)C വകുപ്പ്. സെക്ഷൻ 132 ജനപ്രാതിനിധ്യ നിയമത്തിലെ 132-ാം വകുപ്പ് പ്രകാരം ഒരു പോളിംഗ് സ്റ്റേഷനിലെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം, അതാണ് ആ വകുപ്പ്. ഇത്രയും കാര്യങ്ങളിലാണ് അവിടെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ഈ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ സ്ത്രീകൾ നിക്കാബ് പിന്നെ ഗൂം ഗട്ട് എന്നൊക്കെ പറയുന്ന ഈ തല മറയ്ക്കുന്ന വസ്ത്രങ്ങൾ, പർദ്ദയോ ഒക്കെ ഇടുന്നത്. ഇവരുടെ തിരിച്ചറിയൽ എങ്ങനെയാണെന്നുള്ളത്. കാരണം മുഖം കാണാൻ പറ്റില്ലല്ലോ. ഒരു അത്യാവശ്യം വന്നാൽ ഇവർ തന്നെ ഈ കള്ളവോട്ടാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1951-52 ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ എഴുതിയ റിപ്പോർട്ടിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കുമ്പോൾ, വോട്ടർ പട്ടിക നമ്മൾ 1949 മുതലേ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയതാണ്. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ വരുമ്പോൾ അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ സ്ത്രീകൾ പലരും അന്ന് പേര് പറയാൻ തയ്യാറായിരുന്നില്ല. ഈ വോട്ടർ പട്ടികയിലെ ഭർത്താവിന്റെ പേര്, അച്ഛന്റെ പേര്, ഇന്ന അച്ഛന്റെ മകള്, ഇന്ന ഭർത്താവിന്റെ ഭാര്യ. ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തില്ല അങ്ങനെ പറയാത്തവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട. അതെ, അങ്ങനെ പേര് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പുരുഷന്റെ പേര് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് 80 മില്യൺ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2.8 മില്യൺ ആളുകളും പേര് പറഞ്ഞില്ല. പറഞ്ഞാൽ 2,80,00,000 വരുമല്ലോ. അത്രയും പേരുടെ പേര് ഡിലീറ്റ് ചെയ്തു, ഒഴിവാക്കി.
ന്യായമായി വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നവരാണ്. പക്ഷെ സ്വന്തം പേര് പോലും വെക്കാൻ പറ്റില്ല. ഇതാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു പരിണാമമാണിത്. ഇപ്പോഴും മുഖം മറിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതും പരിണാമദശയിലെ ഒരു ഭാഗമാണ്. അന്ന് പേര് തന്നെ പറയാൻ സ്ത്രീകൾ തയ്യാറായിരുന്നില്ല. അതായത് മറ്റു പുരുഷന്മാരുടെ മുമ്പിൽ ഇവർക്ക് പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ എന്തോ അവരുടെ ഒരു കൾച്ചർ അതിനനുവദിക്കുന്നു. സംസ്കാരം അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് പുറത്തു ആളുകൾ നമ്മുടെ പേര് അറിയുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നലാണ് അത് ചെയ്തവർക്ക് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സുകുമാർ സെൻ. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമൂഹത്തിന്റെയും പരിണാമദശയിൽ ഇപ്പൊ സ്ത്രീകൾ 40% പേര് മൊത്തം വോട്ടർമാരിലുണ്ട്. അപ്പോൾ ഇത് ഈ മുഖം കാണണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കള്ളവോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കാരണം വേറെ ആളുകൾ സ്ത്രീകളുടെ വേഷം ധരിച്ചു വരുന്നതാണോ മറ്റൊരാളാണോ എന്നൊക്കെ നോക്കണം. വോട്ടർ കാർഡിലെ ചിത്രം വെച്ച് ഈ ആള് തന്നെയാണോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് സ്വകാര്യത മാനിച്ചിട്ട് വേണം ചെയ്യാൻ ആണല്ലോ. പുറത്തെല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ ഈ മുഖപടം പൊക്കി നോക്കുന്നതല്ലല്ലോ ഒരു മര്യാദ. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസർമാർക്കുള്ള ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഹാൻഡ് ബുക്കിൽ ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യത മാനിക്കണം. സ്വകാര്യത മാനിച്ചിട്ട് ഇപ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ കുറച്ചധികം സ്ത്രീകൾ ഈ നിക്കാബ് ധരിച്ചു വരുന്നുണ്ട് എങ്കിൽ അവിടെ ആ പോളിംഗ് സ്റ്റേഷനിൽ തന്നെ ഒരു പ്രൈവറ്റ് എൻക്ലോഷർ, ഒരു മറ ഉള്ള സ്ഥലം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, കുറച്ചധികം പേര് ഉള്ള സ്ഥലത്താണെങ്കിൽ. ഇനി അങ്ങനെയല്ല എന്നാണെങ്കിൽ തന്നെ ഈ ഒരു സ്ത്രീയായ പോളിംഗ് ഓഫീസർ നിശ്ചയമായും അവിടെ ഉണ്ടായിരിക്കണം. സ്ത്രീ പോളിംഗ് ഓഫീസർമാർ പലയിടത്തും കാണാറുണ്ട്. അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറെ ഇത് ചെയ്യാവൂ, ഇത്തരം പരിശോധനകൾ. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒബ്സർവിങ് പ്രൈവസി, ഡിഗ്നിറ്റി ആൻഡ് ഡീസൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യതയും അവരുടെ അന്തസ്സും പിന്നെ മര്യാദയും പാലിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഇതിനുള്ള അവകാശം സ്ഥാനാർത്ഥിക്കല്ല, പോളിംഗ് ഓഫീസർക്കാണ്. അതിലത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥി വന്നിട്ട് ശരിക്കും മാധവീലത അല്ലല്ലോ പൊക്കി നോക്കുന്നത്. മാധവീലത ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഇവരുടെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥയോ മറ്റോ ആണ് ഇത് പൊക്കി നോക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ സംഭവിച്ചത്? ഞാൻ വായിച്ചതിൻ്റെ അകത്ത് മാധവീലത ചെയ്തതായിട്ട് വൈറൽ വീഡിയോസ് ഉണ്ട് എന്ന് ഞാൻ വായിച്ചിരുന്നു. ഞാൻ പല റിപ്പോർട്ടുകൾ വായിച്ചിരുന്നു. അങ്ങനെ ചെയ്തതായിട്ടും ഞാൻ കണ്ടൊരു ചിത്രത്തിലും അങ്ങനത്തെ ഒരു മാധവീലതയുള്ളൊരു ദൃശ്യമാണ് ഞാനും കണ്ടത്. ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും നോക്കാറില്ല അങ്ങനെ. അപ്പോൾ ഇനി അങ്ങ് പറഞ്ഞത് കൂടെയുള്ള ആരാണെന്നാണ്? ഈ പോളിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ വന്ന ഒരു അനുയായി. അനുയായി ചെയ്താൽ ശരിയല്ലല്ലോ. ഈ സ്ഥാനാർത്ഥിയും ചെയ്യാൻ പാടില്ല, ഏജന്റും ചെയ്യാൻ പാടില്ല. പോളിംഗ് ഓഫീസർ, അവിടെയുള്ളൊരു ലേഡി പോളിംഗ് ഓഫീസർ വേണം ഇത് ചെയ്യാൻ. അതിന് മാധവീലത പോയി ലേഡി പോളിംഗ് ഓഫീസറോട് പരാതിപ്പെടണം, ഇങ്ങനെ ഇന്ന ആൾ എനിക്ക് സംശയമുണ്ട്. സംശയമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷെ റിപ്പോർട്ടുകളിൽ കാണുന്നത്, ഞാൻ ഇന്നലെ TV-യിൽ രാത്രി നാഷണൽ ചാനലുകളിലും ഒക്കെ കണ്ടപ്പോൾ മാധവീലത ഇങ്ങനെ പൊക്കി നോക്കി എന്ന് തന്നെയാണ് ഞാൻ. ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ പറയുന്ന ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇന്ന ആളാണോ എന്ന് തിരിച്ചറിയണം എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ കാര്യമില്ല. അപ്പോൾ അവർ ഈ ഇലക്ഷന് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ പറയുന്ന ബുർക്കയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൂടുപടങ്ങളോ ഒക്കെ മാറ്റി വെച്ച് അവർക്ക് വന്നുകൂടെ? അതല്ലേ ഒരു ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിനൊക്കെ നല്ലത്. അതിന് ഏക സിവിൽ കോഡ് നടപ്പാക്കണം. പക്ഷെ അപ്പോഴും ഈ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അത് വരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വരണം എന്നില്ല. കാരണം അത് സംബന്ധിച്ച് വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമല്ലോ. കാരണം അത് മതസ്വത്വത്തിന്റെ ഭാഗമാണത് വസ്ത്രം എന്നുള്ളത്. വസ്ത്രം എന്നുള്ളതിൻ്റെ അകത്തൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഉള്ള ബലംപിടുത്തങ്ങളൊക്കെ നടക്കുമോ
ഒരു പോംവഴി ഉള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ല, ഈ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് തുടങ്ങിയ പരീക്ഷകളിലൊക്കെ കുട്ടികൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാർ നിയമം ഏർപ്പെടുത്തി. അതുകൊണ്ട് അത് ചെയ്തപ്പോൾ കുറച്ചുപേർ എതിർപ്പുണ്ടായി. പക്ഷേ പിന്നീട് അടുത്ത വർഷമായപ്പോഴത്തേക്ക് ആളുകൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. കാരണം ഇത് അങ്ങനെയാണ്, ഒരു പരീക്ഷയാണ്, മത്സര പരീക്ഷയാണ്. ഇന്ന് പറയുന്ന പോലെ അല്ലേ ജനാധിപത്യത്തിൻ്റെ അതെന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതിയൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്തിട്ട് അവരുടെ തന്നെ മതപരമായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെയാണത്. ഇപ്പോ ഉദാഹരണത്തിന് ഈ പട്ടാളത്തില് ഒരു സിഖുകാരൻ ചേരുന്നു എന്നിരിക്കട്ടെ, അയാൾക്ക് കൃപാണം കൊണ്ട് നടക്കാൻ പറ്റുമോ പട്ടാളത്തിന്റെ അകത്ത്? പറ്റില്ല. പിന്നെ വലിയ താടി വളർത്തിയും മുടി വളർത്തിയൊക്കെ നടക്കാൻ പറ്റുമോ? അതില്ല. ഇല്ല. അയാൾ പട്ടാളക്കാരനായിട്ട് വേണമല്ലോ നടക്കാൻ. അതെ, പട്ടാളത്തിന്റെ അകത്ത്. അപ്പൊ അങ്ങനത്തെ നിയമങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്. അപ്പോ അത് ഇപ്പൊ പക്ഷെ തെരഞ്ഞെടുപ്പ് ചട്ടമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ ഒരു സ്ഥാനാർത്ഥിക്കോ ഏജന്റിനോ എത്താവുന്നത് ബാഹ്യ ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ്. ആരെങ്കിലും ഈ പ്രക്രിയ അട്ടിമറിക്കുന്നുണ്ടോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അവരുടെ ഗുണ്ടകളോ ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്താൻ പറ്റുന്നത്. അല്ലാതെ ഇത് തുണിപൊക്കി നോക്കാനല്ല എന്നുള്ളതാണ്. വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഈ സ്ഥാനാർത്ഥിയോ ഏജന്റോ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അട്ടിമറി സാധ്യത ഉണ്ട്. അതായത് ഈ പറയുന്ന ബുർക്കയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ആൾമാറാട്ടം, ഈ പറയുന്ന കള്ളവോട്ടൊക്കെ ചെയ്യാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരാണ് പിന്നെ നിലപാട് സ്വീകരിക്കേണ്ടത്? നിലപാട് സ്വീകരിക്കേണ്ടത് പോളിംഗ് ഓഫീസർ. അപ്പോൾ മറ്റേ പ്രധാനപ്പെട്ട പ്രിസൈഡിങ് ഓഫീസറോട് ചെന്ന് പറയുക. പ്രിസൈഡിങ് ഓഫീസർ ഉണ്ടല്ലോ, ഇന്ന ആളെ പറ്റി നമുക്ക് സംശയമുണ്ട്, ഒരു ലേഡി ഓഫീസറെ അയച്ചിട്ട് ഇത് ചെയ്യണം കേട്ടോ എന്ന് പറയുക. അതാണ് സ്ഥാനാർത്ഥിക്ക് ചെയ്യാവുന്നത് എന്നാണ് നിയമത്തിലുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ബുർഖ ഇങ്ങനെ ഉയർത്തി നോക്കുന്നതിൻ്റെ ഒരു ചിത്രം കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും വലിയ തോതിൽ മാധ്യമങ്ങൾ അത് വലുതായിട്ട് ഉണ്ട് ചെയ്യുമല്ലോ. അതെ അതെ. ഇതിന് എങ്ങനെ മാറ്റം വരുത്താം? കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഈ തിരിച്ചറിയൽ കാർഡും ഇതൊക്കെ പരിശോധിക്കുന്ന പല സ്ഥലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അതെ. പിന്നെ എയർപോർട്ടുകളിലും ഒക്കെ വരാമല്ലോ. ഇങ്ങനെ പരിശോധിച്ച് നോക്കുമല്ലോ, ഇന്നയാളാണോ ഇന്നയാളാണോ മുഖം ഈ സ്ഥാനാർത്ഥി വന്ന് അല്ല ചെയ്യേണ്ടിയിരുന്നത് ലേഡി പോളിംഗ് ഓഫീസറാണെന്ന് ഹാൻഡ് ബുക്കിൽ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താന്ന് വെച്ചാൽ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ട് ഇത് വരുമ്പോൾ ഇത്തരം വസ്ത്രങ്ങൾ പാടില്ല എന്നൊക്കെ പാർലമെന്റ് ഇത്തവണ 3-2 ഭൂരിപക്ഷം കിട്ടിയാലോ 400 സീറ്റ് കിട്ടിയാലോ ഒരു നിയമം വേണമല്ലോ. ഇതെങ്ങനെ നടത്തണം എന്ന് പറഞ്ഞാൽ 1951-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ കാര്യം അഭിസംബോധന ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ്. അപ്പം അന്ന് ആ മതസ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുമ്പത്തേക്കാൾ കൂടുതൽ ഈ സമുദായത്തിലുള്ള ഈ മതത്തിലുള്ള ആളുകൾ ഇത്തരം വസ്ത്രങ്ങളിൽ നിഷ്കർഷിക്കുന്നതാണ് കേരളത്തിൽ പോലും കാണുന്നത്. അല്ലാതെ ആ വസ്ത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതല്ല കാണുന്നത്. അത് ഒരു രാഷ്ട്രീയം അങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവര് അവരുടെ കുടുംബങ്ങളിലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിയമപരമായി മാത്രമേ ഇതിനെ തടയിടണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയൂ. അപ്പോൾ എന്തായാലും ഇതിനനുസരിച്ച് ഈ ഇപ്പോൾ കേസൊക്കെ എടുത്ത ഒരു സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഉൾപ്പെടെ മാറ്റം വരുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്നു. അതും മാത്രമല്ല, ഈ കേസ് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിലും എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഇത്രയും കർശനമായ വകുപ്പുകൾ മറ്റേ 2 IPCയും ജനപ്രാതിനിധ്യ നിയമവും രണ്ടിലെയും കർക്കശമായ, കാരണം അവിടുത്തെ ഭരണമൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കർക്കശമായ വകുപ്പുകൾ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഉള്ളതിനൊക്കെ വല്ല ശാസനയോ അതല്ലാതെ ഇങ്ങനെ ഒരു വോട്ടറുടേത് ഇത് മറ്റേ ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കൊല്ലം ശിക്ഷ എന്നൊന്നും ഒരിടത്തും ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. കാരണം ആ ഹാൻഡ് ബുക്കിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്
അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർക്ക് ഇഗ്നറൻസ് പ്ലീഡ് ചെയ്യാം. എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്ന കേസേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ, നമുക്ക് കാത്തിരുന്ന് കാണാം.